ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയും കുബൂസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനാദ്യം ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈസ്റ്റ് ഒന്ന് പൊന്തി വന്നാൽ പിന്നെ നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം മതിയാവില്ല കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴച്ചെടുക്കണ അതേ രീതിയിൽ തന്നെ കേട്ടോ. അതിലേറെ ഒന്നും കൂടെ ഒന്ന് കുഴഞ്ഞ് ലൂസായിട്ട് വേണം ഇത് കിട്ടാൻ. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നമ്മളെ കുഴവ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മളെ കുബൂസ് ശരിയാവും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതൊരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഒരു ബൗളിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോഴത്തേന് തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊന്തി വരും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ്ടേ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇത്ര കട്ടിയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ 3 ചപ്പാത്തിൻ്റെ കട്ടി വേണം നമ്മളെ ഒരു കുബൂസിന്. അപ്പോൾ ഇതാ കണ്ടില്ല ഒക്കെ ഞാൻ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് നമുക്ക് അടച്ച് വെക്കണം കേട്ടോ. തുറന്ന് വെക്കണ്ട, ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ല ഞാനിവിടെ പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ കനത്തിൽ തന്നെ ആവണം കേട്ടോ എല്ലാ ഭാഗവും. അപ്പോഴുള്ളൂ നന്നായിട്ട് ഇത് പൊന്തി വരുള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ 1-2 പ്രാവശ്യം നമുക്ക് തിരിച്ചിട്ടിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കുബൂസ് ഒന്നുകൂടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ചൂടായതിന് ശേഷം ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ പൊന്തി വരുന്നുണ്ട്. 1-2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കുബൂസ് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ല ഇപ്പോൾ പൊന്തി വരുന്നുണ്ട്. ഇങ്ങനെ പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വേണം നമ്മൾ പരത്തി കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഒരു സൈഡൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പൊന്തി വരാതെയൊക്കെ നിൽക്കും. അപ്പോൾ അത് അത്രേ ഉള്ളൂ. നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട, നമ്മളെ വീട്ടിൽ തന്നെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണല്ലോ. അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.